നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് മേഖലയിൽ വിവിധയിടങ്ങളിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. സന്നദ്ധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും മറ്റും നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചതുൾപ്പെടെയുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മാങ്ങാട്ടം കൈതേരിയിൽ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇൻചാർജ് വിഷ്ണു എസ് നായർ നിർവഹിച്ചു. കൈതേരി, ആർങ്ങാട്ടേരി, മുത്തപ്പൻമടപ്പുര പരിസരത്ത് ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ടായിരുന്നു ഉദ്ഘാടനം. പഞ്ചായത്ത് പ്രസിഡന്റ് PC ഗംഗാധരൻ, ഡെപ്യൂട്ടി ഡയറക്ടർ തുളസി ചെങ്ങാട്, ആത്മ പ്രൊജക്ട് ഡയറക്ടർ ഇൻചാർജ് A സുരേന്ദ്രൻ, കൂത്തുപറമ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷീന വിനോദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ഷീന, പഞ്ചായത്ത് സെക്രട്ടറി S അനിൽ, വാർഡ് മെമ്പർ A അശോകൻ, കൃഷി ഓഫീസർ R അനു, കൃഷി അസിസ്റ്റന്റുമാരായ C പ്രേമലത, K ബിജേഷ്, R സന്തോഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് നഗരസഭയുടെ ശാന്തിവനം വാതക ശ്മശാന പരിസരത്ത് തണൽമര തൈകൾ നട്ടു. നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങൾ അതുപോലെ പരിസ്ഥിതി സ്നേഹികളുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യാം. ഈ ഒരു ദിനത്തിൽ മാത്രമല്ല നമ്മൾ പരിസ്ഥിതി ഓർമ്മിക്കേണ്ടതെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. നല്ല രീതിയിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ഇടപെടലുകൾ വിവിധ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെ കൂത്തുപറമ്പ് നഗരസഭയുടെ ശാന്തിവനത്തെ സംബന്ധിച്ചിടത്തോളം അഗ്രിഹോർട്ടി സൊസൈറ്റി കൂത്തുപറമ്പ് ഇവിടെ നല്ലൊരു പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ തണൽ നഴ്സറിയുടെയും EMS വായനശാലയുടെയും ഒക്കെ നേതൃത്വത്തിൽ കുറേ കൂടി ഇതിനെ പച്ചപ്പുള്ളതാക്കി മാറ്റാൻ, ഹരിതാഭമാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഗ്രിഹോർട്ടി സൊസൈറ്റി അതിൻ്റെ പരിപാലനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൊണ്ടാണ് അത് ഇന്നും നിലനിൽക്കുന്നത്. നമുക്കറിയാം, പരിസ്ഥിതി ദിനത്തിൽ നട്ട വൃക്ഷങ്ങളെല്ലാം ഇന്ന് പരിപാലിക്കപ്പെട്ടിരുന്നെങ്കിൽ കേരളം ഇന്നുള്ളതിനേക്കാൾ പച്ചപ്പോടുകൂടി കാണേണ്ടതാണ്. പക്ഷേ പലതും സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പന്നിയോടൻ ചന്ദ്രൻ അധ്യക്ഷനായി, B ചന്ദ്രൻ, അഡ്വക്കേറ്റ് E രാഘവൻ, N ധനഞ്ജയൻ, BP മോഹനൻ, CH പ്രകാശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മൂര്യാട് EMS സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം, കൂത്തുപറമ്പ് അഗ്രിഹോർട്ടി സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ശ്മശാന പരിസരത്ത് ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. കൂത്തുപറമ്പ് കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്കിന്റെ പാറാലെ ഓഡിറ്റോറിയം കോംപ്ലക്സ് പരിസരത്ത് വൃക്ഷത്തൈ നട്ടു. ബാങ്ക് പ്രസിഡന്റ് K ധനഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു. KK പ്രകാശൻ അധ്യക്ഷനായി. അഭിഷ, റഹീം, KT ഭാസ്കരൻ, P രമേശൻ, M ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. MP വീരേന്ദ്രകുമാറിന്റെ 4ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി RJD പാട്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൽ ചെറുവാഞ്ചേരി തീർത്ഥങ്കര പുതിയകാവ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കാവ് തീണ്ടരുത് എന്ന സന്ദേശം ഉയർത്തി വീരേന്ദ്രകുമാർ സ്മൃതി വൃക്ഷങ്ങൾ നട്ടു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. രാജു എക്കാൽ അധ്യക്ഷനായി. V കരുണൻ, KK പോയതരൻ, പന്നിയോടൻ ചന്ദ്രൻ, KK വിജയൻ, CC മധു, ജയശ്രീ, CV രാമേന്ദ്രൻ, CC പ്രഭാകരൻ, ശ്രീധരൻ വൈദ്യർ എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വേങ്ങാട് കുതിരിക്ക UP സ്കൂളിൽ എന്റെ വിദ്യാലയം എന്റെ പച്ചക്കറി പദ്ധതിക്ക് തുടക്കമിട്ടു. വേങ്ങാട് കൃഷി ഓഫീസർ K വിനീത ഉദ്ഘാടനം ചെയ്തു. R പ്രസാദ് പദ്ധതി വിശദീകരിച്ചു. പരിസ്ഥിതി ദിന ക്വിസും ചിത്രരചന മത്സരവും നടന്നു. KC പ്രകാശൻ, PS അഖിൽ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തലശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കണ്ണവം വനമേഖലയിൽ ശുചീകരണം നടത്തി. കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ നരോത്ത് ഉദ്ഘാടനം ചെയ്തു. ആചരിക്കലൊരു പ്രവർത്തനം മാത്രം ആയ സംഭവങ്ങളുണ്ട്. അത് പിന്തുടർന്നുകൊണ്ടും അതിൻ്റെ ഞങ്ങൾ ചെയ്തു വെച്ച പ്രാരംഭങ്ങൾ നല്ല രീതിയിൽ അതിൻ്റെ അഭിവൃദ്ധി നിരീക്ഷിച്ചുകൊണ്ടും നിൽക്കുന്ന സംഘടനകൾ ഒരുപാടുണ്ട്. ഇപ്പം കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പല സാമൂഹിക ബന്ധമുള്ള ബാധ്യത ഉള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതായിട്ട് ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം ഞാൻ ആദ്യമായിട്ട് അവരെ അഭിനന്ദിക്കുകയാണ്. ഇത്രയും ദൂരത്തുനിന്ന് ഇവിടെ വരികയും നമ്മളെ കണ്ണവം കാട്ടിൽ ഇത്രയും ഞങ്ങളെ കൊണ്ട് വരലെണ്ണാവുന്ന അംഗങ്ങൾ മാത്രമുള്ള ഒരു സേനക്ക് സഹായിക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരിമിതിയാണ്. അപ്പോൾ അതിൽ ഞങ്ങളോട് കൂടിയിട്ട് നമ്മുടെ ഭാവി തലമുറക്ക് വേണ്ട ജലവും അതുപോലെ കാടും മലിനമാക്കുന്നതിന് തടസ്സപ്പെടുത്താനും അതിലുള്ള മാലിന്യങ്ങൾ എടുത്തു മാറ്റി മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകാൻ ശ്രമിച്ചതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. രാധാകൃഷ്ണൻ കൊളശ്ശേരി അധ്യക്ഷനായി. C സുനിൽകുമാർ, KV ജോസഫ്, സുനിൽ വടക്കുംപാട്, വിനോദ് മുക്കാളി, ശ്രീജൻ കൂരാറ, രമേശ് പെരുമടം, C ഷനിൽകുമാർ, പ്രശാന്ത് പട്ടൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഏകദേശം 1.5 കിലോമീറ്റർ വനമേഖലയിൽ നിന്നും 20ലധികം ചാക്കുകളിലായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു.
ലോക പരിസ്ഥിതി ദിനത്തിൽ കായലോട് പറമ്പായി നമാസ്കോ ഓയിൽ മില്ല് മുതൽ റബ്ബർ കാട് വരെയുള്ള റോഡിന്റെ അരികിൽ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. സാജിർ പറമ്പായി, മൊയ്തു, മഹറൂഫ്, ആവുക്ക, ഷൈജു, ഹഫീസ്, മുത്തലിബ്, വിജേഷ്, ഷഫീഖ് എന്നിവർ നേതൃത്വം നൽകി. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.